നമസ്കാരം. ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ പരിഷ്കരിച്ച പാഠപുസ്തകം നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ SSLC പരീക്ഷ ഫലം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാലാനുസൃതമായി പുതുക്കിയ കരിക്കുലവും പുതിയ ചോദ്യരീതിയും നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ പരീക്ഷ എന്ന പ്രത്യേകതയുമുണ്ട്. 10 വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന LDF സർക്കാർ പടിപടിയായി നടപ്പിലാക്കിയ പരിഷ്കരണങ്ങളായിരുന്നു ഇവ. പുതിയ രീതിയിലുള്ള പ്രഥമ പരീക്ഷയിൽ മികവാർന്ന വിജയമാണുള്ളത്. 99.07 വിജയശതമാനം കഴിഞ്ഞ 10 വർഷത്തിനിടെ മറ്റ് മേഖലകൾക്കൊപ്പം പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെയും മുഖച്ഛായ മാറിയിരിക്കുകയാണ്. കിഫ്ബി അടക്കമുള്ള പദ്ധതികളുടെ 9,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ LDF സർക്കാർ നടത്തിയത്. സംസ്ഥാനത്തെ ആയിരക്കണക്കിന് സ്കൂൾ കെട്ടിടങ്ങളും ക്ലാസ് മുറികളും അത്യാധുനിക രീതിയിൽ നിർമ്മിച്ചു. പുതിയ കാലത്തിനനുസരിച്ച് ക്ലാസ് മുറികൾ ഡിജിറ്റലാക്കി ഉയർത്തി. 20,000 സ്കൂളുകൾ റോബോട്ടിക് ലാബുകൾ സജ്ജമാക്കി. റോബോട്ടിക് കിറ്റുകൾ വിതരണം ചെയ്തു. അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും AI അടക്കമുള്ള സാങ്കേതികങ്ങളിൽ പരിശീലനം നൽകി. അധ്യാപക പരിശീലനവും കാലോചിതമാക്കി. അധ്യയന വർഷം തുടങ്ങും മുമ്പ് പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉറപ്പാക്കി. അക്കാഡമിക നിലവാരം മെച്ചപ്പെടുത്താൻ 1 മുതൽ 10 ക്ലാസുകൾ വരെ സബ്ജക്ട് മിനിമം പദ്ധതി നടപ്പിലാക്കി. പാഠപുസ്തകം ഘട്ടം ഘട്ടമായി പരിഷ്കരിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി നിലവാരം ഉറപ്പാക്കുകയും പരിഷ്കരിക്കുകയും ചെയ്തു. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നവർക്ക് പിന്തുണ ഉറപ്പുവരുത്തി. വിദ്യാർത്ഥികൾക്കായി ഹെൽത്ത് കാർഡ് പദ്ധതി, സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ, കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വഴി മെഡിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ പരിശീലനം എന്നിവയും നടപ്പിലാക്കി. വിദ്യാർത്ഥികളുടെ പാഠ്യേതര പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സ്വീകരിച്ച നടപടികളും വിജയം കണ്ടു. കഴിഞ്ഞ 5 വർഷത്തിനിടെ മാത്രം 30,564 അധ്യാപകരുടെ ഒഴിവ് നികത്തിയിരിക്കുകയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെ MGNREGA അട്ടിമറിച്ച കേന്ദ്ര BJP സർക്കാർ കൊണ്ടുവന്ന VBGRMIG പദ്ധതി ജൂലൈ 1 മുതൽ നടപ്പിൽ വരികയാണ്. പുതിയ നിയമത്തിൽ ഗ്രാമീണ ഇന്ത്യയുടെ ജീവനാഡിയായ പദ്ധതിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതിനൊപ്പം അതിലെ സാധാരണക്കാരുടെ തൊഴിലവകാശങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നു. തൊഴിലുറപ്പ് നിയമത്തിന്റെ അടിസ്ഥാന സ്വഭാവത്തെ തകിടം മറിക്കുന്നതും ഗ്രാമീണ മേഖലയിലെ ദരിദ്ര തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നതുമായ പുതിയ നിയമം ഫെഡറലിസത്തിനും മറ്റ് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും എതിരെ BJP നടത്തുന്ന നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി വേണം വിലയിരുത്തേണ്ടത്. വികസിത ഗ്രാമങ്ങളെ ഒഴിവാക്കുമെന്ന നിബന്ധന വികസനത്തിലും ജീവിത നിലവാരത്തിലും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പഞ്ചായത്തുകളും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുമെന്ന അവസ്ഥയുണ്ടാകും. ആ തരത്തിൽ ഈ നിയമം കേരള വിരുദ്ധ നിയമമാണ്. 2005 ഇടതുപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്താൽ രൂപം കൊണ്ട നിയമം റദ്ദാക്കിയാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അതിജീവിത മിഷൻ എന്ന പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഇതോടെ തൊഴിൽ അവകാശങ്ങൾ ഇല്ലാതാക്കും. തൊഴിൽ നൽകിയില്ലെങ്കിൽ നഷ്ടപരിഹാരം എന്ന നിയമപരമായ ബാധ്യതയിൽ നിന്ന് കേന്ദ്രം ഒഴിവാക്കപ്പെടും. ഈ ഭാരവും സംസ്ഥാനങ്ങളുടെ ചുമലിൽ വീഴും. പദ്ധതി പൂർണ്ണമായും കേന്ദ്രത്തിന്റെ കാൽക്കീഴിലാകും. ഇതുവരെ തൊഴിലാളികളുടെ വേതനം പൂർണ്ണമായും കേന്ദ്രമാണ് നൽകിയിരുന്നതെങ്കിൽ ഇനി മുതൽ അതിൻ്റെ 40% സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടി വരും. ഇതോടെ സാമ്പത്തിക പ്രതിസന്ധിയിലായ സംസ്ഥാനങ്ങൾ പദ്ധതിയിൽ നിന്ന് പിന്തിരിയുമെന്നും അതുവഴി പദ്ധതി സ്വാഭാവികമായും ഇല്ലാതാകുമെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു. സംസ്ഥാനത്തെ 19 ലക്ഷം കുടുംബങ്ങളിലായി 410 ലക്ഷത്തിലേറെ ആളുകളാണ് തൊഴിലുറപ്പ് പദ്ധതിയെ ആശ്രയിച്ച കുടുംബം പുലർത്തുന്നത്. ശരാശരി 8 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന കേരളത്തിൽ കോവിഡ് കാലയളവിൽ 10 കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ നൽകി. മഹാപ്രളയം പുനർനിർമ്മാണത്തിലും ജലസംരക്ഷണത്തിലും കൃഷിയിടങ്ങളുടെയും ഉപജീവന ആസ്തികളുടെയും ഒക്കെ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെയും പുനർജീവനത്തിനും തൊഴിലുറപ്പ് പദ്ധതി സവിശേഷമായ പങ്ക് വഹിച്ചു. എന്നാൽ പുതിയ നിയമം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് കേരളത്തിലെ ആയിരിക്കുമെന്ന് വിദഗ്ധർ പറയുന്നത്. നഗരവൽക്കരണത്തിൻ്റെയും അടിസ്ഥാന സൗകര്യ ലഭ്യതയുടെയും അടിസ്ഥാനത്തിൽ കേന്ദ്രം പഞ്ചായത്തുകളെ ABC എന്നിങ്ങനെ വേർതിരിക്കുമെന്ന വ്യവസ്ഥയാണ് കേരളത്തിന് വിനയാവുന്നത്. 21 അംഗ UDF മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
സെക്രട്ടേറിയറ്റ് സമീപത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചുമതലയേറ്റു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മന്ത്രിസഭയിൽ കോൺഗ്രസിൽ മുഖ്യമന്ത്രി വി ഡി സതീശനടക്കം 12 പേർ: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, പി സി വിശ്വനാഥ്, എ പി അനിൽകുമാർ, റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ, എം ലിജു, ടി സിദ്ദിഖ്, കെ എ തുളസി, ഒ ജെ ജനീഷ് എന്നിവരാണ് മന്ത്രിമാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറുമാകും. മുസ്ലിം ലീഗിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി എ അബ്ദുൽ ഗഫൂർ എന്നിവർ മന്ത്രിമാകും. മറ്റ് ഘടകകക്ഷി മന്ത്രിമാർ: മോൻസ് ജോസഫ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം; ഷിബു ബേബി ജോൺ, RSP; അനൂപ് ജേക്കബ്, കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം; സി പി ജോൺ, CMB; ചീഫ് വിപ്പായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫിനെയും നിയമിക്കും. ജനീകം പൊളിറ്റിക് പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.